ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് തിരുവോണമാണ് അല്ലേ? ചിങ്ങമാസത്തിലെ തിരുവോണം. മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ് തിരുവോണം. ഇന്ന് ഞങ്ങൾ തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സ്വാമിയുടെ, പത്മനാഭസ്വാമിയുടെ ജന്മദിനമാണ്. ഞങ്ങൾക്ക് പിറന്നാളാണ്. അതുകൂടാതെ വാമന ജയന്തിയാണ് ഇന്ന് അല്ലേ? വാമന അവതാരവും മഹാബലിയുടെ ചരിതവും വളരെ വിശദമായി തന്നെ ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ആ കഥ ഒന്ന് കേൾക്കാം. അതുപോലെ തന്നെ ഈ കഥ കേൾക്കുന്ന എല്ലാവരും പത്മനാഭസ്വാമിക്ക് പിറന്നാൾ ആശംസകൾ നേരണം. എല്ലാവരും കമൻറ്റ് ബോക്സിൽ സ്വാമിക്ക് പിറന്നാൾ ആശംസകൾ നേർന്നു കൊള്ളുക. ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചു കൊള്ളുക. ഭഗവാൻ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും നൽകുക തന്നെ ചെയ്യും. പ്രഹ്ലാദനെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഭക്തോത്തമനായിരുന്നു പ്രഹ്ലാദൻ. പ്രഹ്ലാദനു ശേഷം അദ്ദേഹത്തിൻ്റെ പുത്രനായ വിരോചനന്റെ പുത്രനാണ് ആര്? മഹാബലി. പ്രഹ്ലാദന്റെ പുത്രൻ വിരോചനന്റെ പുത്രനാണ് ആര്? മഹാബലി. ഏറ്റവും ശ്രേഷ്ഠനായ അസുര ചക്രവർത്തിയായിരുന്നു മഹാബലി. 3 ലോകങ്ങളിലും അദ്ദേഹത്തിന്റെ യശസ് പരന്നിരുന്നു. 1000 അശ്വമേധയാഗങ്ങളാണ് അദ്ദേഹം നടത്തിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ദ്രന് തുല്യനായിരുന്നു. തൻ്റെ രാജ്യത്തിൽ ദാരിദ്ര്യ ദുഃഖങ്ങൾ അനുഭവിക്കുന്നവർ ആരും തന്നെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള നിർബന്ധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. വലിയവരെന്നും ചെറിയവരെന്നുമുള്ള യാതൊരു വ്യത്യാസവുമില്ലാതെ അദ്ദേഹം ഈ ലോകത്തെ കണ്ടു. ആ കാലത്ത് പണക്കാരും പാവപ്പെട്ടവരും എന്ന ഒരു വേർതിരിവ് തന്നെ ഉണ്ടായിരുന്നില്ല. അത്ര ശ്രേഷ്ഠനായ ചക്രവർത്തിയായിരുന്നു മഹാബലി. കളവ്, ചതി, വഞ്ചന, പരദ്രോഹം, കൊല, പാതിവൃത്യഭംഗം ഇങ്ങനെയുള്ള ദുഷ്കർമ്മങ്ങളൊന്നും അദ്ദേഹത്തിന്റെ രാജ്യത്ത് ഉണ്ടായിരുന്നില്ല. മഹർഷിമാർക്ക് എവിടെ ഇരുന്നും തപസ് ചെയ്യാം. ആരും അവരെ തടസ്സപ്പെടുത്തിയിരുന്നില്ല. യാഗങ്ങൾ ധാരാളമായി നടന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഭൂമി ഇഷ്ടം പോലെ വിളവ് തന്നു. മഹാബലിയുടെ കാലത്ത് ഭൂമി എന്ന് പറയുന്നത് സ്വർഗത്തേക്കാൾ സുന്ദരമായിരുന്നു. അത്ര ശ്രേഷ്ഠനായ രാജാവായിരുന്നു മഹാബലി. 1000 അശ്വമേധ യാഗങ്ങൾ അദ്ദേഹം നടത്തി കഴിഞ്ഞിരുന്നതിനാൽ അദ്ദേഹം ഇന്ദ്രന് തുല്യനായി എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ദേവേന്ദ്രൻ അല്പം അസ്വസ്ഥനായിരുന്നു. തൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ദേവേന്ദ്രൻ ഭയപ്പെട്ടു. എന്തായാലും ഇനി ഇങ്ങനെ മഹാബലിയെ വളരുവാൻ അനുവദിക്കില്ല എന്നുള്ള സ്വാർത്ഥമായ ചിന്തയോടുകൂടി ദേവേന്ദ്രൻ ഒരു വലിയ സേനയുമായി വന്നിട്ട് ഈ അസുര നഗരം വളയുകയാണ്. അപ്രതീക്ഷിതമായ ആക്രമണമായിരുന്നതിനാൽ ആ യുദ്ധത്തിൽ മഹാബലി പരാജയപ്പെട്ടു. ആ യുദ്ധത്തിൽ ധാരാളം അസുരന്മാര് വധിക്കപ്പെട്ടു. എങ്കിലും കുലഗുരുവായ ശുക്രമഹർഷിയുടെ മൃതസഞ്ജീവനി മന്ത്രത്തിന്റെ ശക്തിയാൽ എല്ലാ അസുരന്മാരും ജീവിക്കുക തന്നെ ചെയ്തു. അതിനു പുറമെ വിശ്വജിത്ത് എന്ന ഒരു മഹായജ്ഞം നടത്തി മഹാബലി ഇപ്പോൾ ഉള്ളതിലും കൂടുതൽ ശക്തി ആർജിക്കുകയും ചെയ്തു. അതിനുശേഷം അല്പം പ്രതികാരത്തോടു കൂടി തന്നെ മഹാബലി ഇന്ദ്രന്റെ അഹങ്കാരം ശമിപ്പിക്കുവാൻ വേണ്ടി ഒരു വലിയ അസുര സേനയുമായി വന്നിട്ട് ദേവേന്ദ്രന്റെ ദേവരാജധാനിയെ ആക്രമിച്ച് സ്വർഗലോകം കീഴടക്കുകയും ചെയ്തു. ദേവേന്ദ്രനും അനുയായികളും പ്രാണരക്ഷാർത്ഥം അജ്ഞാതവാസം തേടി കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയും ചെയ്തു. ഇന്ദ്രസിംഹാസനത്തിൽ ബലിചക്രവർത്തി ആരൂഢനായി.
ദേവലോകം ആക്രമിച്ചിട്ടുള്ള മറ്റ് അസുര രാജാക്കന്മാരെ പോലെ യാതൊരു വിധത്തിലുള്ള ആക്രമണങ്ങളും പക്ഷേ മഹാബലി അവിടെ ചെയ്തില്ല. ഇന്ദ്രൻ ഭരിച്ചതിനേക്കാൾ ശ്രേഷ്ഠമായ രീതിയിൽ അദ്ദേഹം ഭരണം നടത്തി. എല്ലാ കാര്യങ്ങളും ദേവ ആചാര്യനായ ബൃഹസ്പതിയോട് ആലോചിച്ചുകൊണ്ടാണ് അദ്ദേഹം ചെയ്തത്. അങ്ങനെ ദേവലോകത്ത് തൻ്റെ ആധിപത്യം സ്ഥാപിച്ചതിനു ശേഷം അദ്ദേഹം ഭൂതലത്തിലേക്ക് തിരിച്ചു പോരുകയും ചെയ്തു. അതോടുകൂടി 3 ലോകത്തിൻ്റെയും അധിപൻ താനാണ് എന്ന് മഹാബലി പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ ദേവമാതാവായ അദിതിക്ക് വളരെയധികം സങ്കടം തോന്നി തൻ്റെ മകൻ്റെ അവസ്ഥ കണ്ടിട്ട്. തൻ്റെ പുത്രൻ ഇരുന്ന് ഭരിക്കേണ്ടുന്ന ആ സിംഹാസനത്തിൽ ഇന്ന് തൻ്റെ പുത്രനല്ല ഇരിക്കുന്നത്, അതിനു പകരം അസുര രാജാവായ ബലിയാണ് ഇരിക്കുന്നത് എന്ന് കണ്ടിട്ട് ദേവമാതാവായ ഇന്ദ്രമാതാവായ അദിതിക്ക് വളരെയധികം സങ്കടം തോന്നി. ആ സങ്കടം അദിതി ആരോട് പറഞ്ഞു? തൻ്റെ ഭർത്താവായ കശ്യപനോട് പറഞ്ഞു. അപ്പോൾ കശ്യപൻ ഉപദേശിക്കുകയാണ്, പ്രിയേ, മഹാബലി ശ്രേഷ്ഠനും പുണ്യവാനുമായ ഒരു മഹാത്മാവാണ്. എൻ്റെ പുത്രൻ്റെ പൗത്രനുമാണ്. അവൻ്റെ പിതാമഹനായ പ്രഹ്ലാദൻ കാണിച്ചു കൊടുത്ത പാതയിൽ നിന്ന് ഇപ്പോൾ അല്പം വ്യതിചലിച്ചിട്ടുണ്ട് ബലി. അതുകൊണ്ട് തന്നെ അവനിൽ ഭഗവാന്റെ പ്രീതി അല്പം കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഏകാഗ്രമായ വിഷ്ണുഭക്തിയോടുകൂടി 12 ദിവസം ശ്രേഷ്ഠമായ പായോവ്രതം അനുഷ്ഠിച്ചാൽ നിന്റെ പുത്രന് നഷ്ടപ്പെട്ട ദേവലോകത്തിലെ ആധിപത്യം തിരിച്ചു കിട്ടാനുള്ള മാർഗം തെളിയുക തന്നെ ചെയ്യും. പാലാഴി മഥനവേളയിൽ അമൃത് അസുരന്മാർ കൈക്കലാക്കിയപ്പോൾ മോഹിനി വേഷം പൂണ്ട മഹാവിഷ്ണു അമൃത് ദേവന്മാർക്ക് തിരിച്ചു കൊടുത്തതുപോലെ നീ നിഷ്ഠയോടുകൂടി പായോവ്രതം അനുഷ്ഠിക്കുക. കമലാകാന്തൻ ഏതു വിധമെങ്കിലും നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് അല്ലയോ പ്രാണപ്രിയെ, അവിടുന്ന് നിഷ്ഠയോടുകൂടി പായോവ്രതം അനുഷ്ഠിക്കുക. ഇങ്ങനെ കശ്യപൻ അദിതിയോട് പറയുന്നു. ആത്മവല്ലഭന്റെ ഉപദേശം അനുസരിച്ചിട്ട് അദിതി ദേവി വളരെയധികം ഭക്തിയോടുകൂടി പായോവ്രതം അനുഷ്ഠിക്കുവാൻ തുടങ്ങി. 12ാം ദിവസം വ്രതം അവസാനിക്കുന്ന സമയം മഹാവിഷ്ണു അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. ഭദ്രേ, ദേവമാതാവേ, അവിടുത്തെ വ്രതത്തിൽ ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു. അവിടുത്തേക്ക് എന്തു വരമാണ് വേണ്ടത് എന്ന് മഹാവിഷ്ണു അദിതിയോട് ചോദിക്കുന്നു. അദിതി ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമസ്കരിക്കുന്നു. എന്നിട്ട് അഭ്യർത്ഥിക്കുകയാണ്, അവിടുത്തേക്ക് അടിയനിൽ കാരുണ്യമുണ്ടെങ്കിൽ അടിയന്റെ മകനായി പിറന്ന് ദാനവേന്ദ്രൻ അപഹരിച്ച ഇന്ദ്രപദവി അവനിൽ നിന്നും തിരിച്ചെടുത്ത് അടിയന്റെ പുത്രനു നൽകി അനുഗ്രഹിക്കണം. ഇങ്ങനെയാണ് അദിതി പ്രാർത്ഥിച്ചത്. ഇത് കേട്ടപ്പോൾ വിഷ്ണു ഭഗവാൻ അരുളി ചെയ്യുകയാണ്, ദേവി കേൾക്കുക. മഹാബലി ധർമ്മിഷ്ഠനും ഭക്തനും നീതിമാനുമായ ഒരു രാജാവാണ്. 1000 അശ്വമേധം കഴിച്ച പുണ്യപുരുഷോത്തമനാണ്. പോരെങ്കിൽ എൻ്റെ ഭക്തവത്സലനായ പ്രഹ്ലാദന്റെ പൗത്രനുമാണ്. ഇങ്ങനെ മഹാവിഷ്ണു അദിതിയോട് പറയുന്നു. അപ്പോൾ അദിതി പറയുകയാണ്, പ്രഭു, അടിയൻ ഉണർത്തിക്കുന്നത് കേൾക്കണം. മഹാബലി എത്ര തന്നെ ധർമ്മിഷ്ഠനായ രാജാവാണെങ്കിലും
തനിക്ക് അവകാശപ്പെടാത്ത, അവിടുന്ന് ദാനം ചെയ്യാത്ത ദേവലോകത്തിൻ്റെ ആധിപത്യം കവർന്നെടുത്തിരിക്കുന്നു. ഇത് ധർമ്മമാണോ? അങ്ങനെ ഒരു ആധിപത്യം അവിടുന്ന് ബലിക്ക് നൽകിയോ? ഇല്ല. ദേവലോകത്തിൻ്റെ പേര് ഇങ്ങനെ പ്രവർത്തിച്ചതുകൊണ്ട് ഇനി അസുരലോകം എന്ന് അറിയപ്പെടുകയില്ലേ? ഇങ്ങനെ അതിഥി മഹാവിഷ്ണുവിനോട് ചോദിക്കുന്നു. അപ്പോൾ ഭഗവാൻ അരുളി ചെയ്യുകയാണ്, ദേവിയുടെ പുത്രനായ ഇന്ദ്രന്റെ കുറ്റം കൊണ്ട് തന്നെയാണ് മഹാബലി ദേവലോകം ആക്രമിച്ചത്. അവൻ അവിടെ ഭരിക്കുന്നത് കൊണ്ട് ആർക്കും ഒരു സങ്കടവും ഉണ്ടാവുകയില്ല. 1000 അശ്വമേധ യാഗങ്ങൾ മഹാബലി നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ദ്രനാകാനുള്ള യോഗ്യതയും ബലിക്കുണ്ട് എന്ന് വിഷ്ണു പറയുന്നു. അപ്പോൾ അതിഥി പറയുകയാണ്, അതൊക്കെ ശരിയായിരിക്കും, എങ്കിലും ദേവലോകം ദേവകൾക്കും അസുരലോകം അസുരന്മാർക്കും എന്നല്ലേ വിധി? അതിന് വിപരീതമായാൽ ലോകധർമ്മങ്ങൾ പിന്നെ എങ്ങനെ നിലനിൽക്കും? ഇത് കേട്ടതും മധുസൂദനൻ മന്ദസ്മിതം പൊഴിച്ചുകൊണ്ട് പറയുകയാണ്, ഭദ്രേ, സമാധാനിച്ചാലും ഞാൻ ഭഗവതിയുടെ പുത്രനായി ജനിച്ച് അവിടുത്തെ ആഗ്രഹം സാധിച്ചു തരുന്നതാണ്. ഇങ്ങനെ അനുഗ്രഹിച്ചതിനു ശേഷം മഹാവിഷ്ണു അപ്രത്യക്ഷനാകുന്നു. അതിഥി ഭർത്താവിനെ ചെന്നു കണ്ട് എല്ലാ കാര്യങ്ങളും ധരിപ്പിക്കുകയും ചെയ്തു. ഭഗവാന്റെ ഭക്തവാത്സല്യമോർത്ത് കശ്യപൻ അദ്ദേഹത്തെ വാഴ്ത്തി സ്തുതിക്കുകയും ചെയ്തു. പിന്നീട് ധർമ്മം രക്ഷിക്കുന്നതിന് വേണ്ടി സച്ചിദാനന്ദ സ്വരൂപനായ ചിന്മയൻ അതിഥിയുടെ ഉദരത്തിൽ ജനിക്കാനായി അവതരിക്കുവാനായി ഒരുങ്ങുന്നു. താപസനായ കശ്യപന്റെ രേതസിൽ അദ്ദേഹം പ്രവേശിക്കുന്നു. അതിഥിയുടെ ഗർഭത്തെ അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നു. ചിങ്ങമാസത്തിൽ വെളുത്ത പക്ഷ ദ്വാദശിയും തിരുവോണവും ചേർന്ന ദിവസം മധ്യാഹ്ന സമയം അഭിജിത്ത് മുഹൂർത്തത്തിൽ ഗ്രഹങ്ങളെല്ലാം ശുഭരാശികളിൽ നിൽക്കുന്ന സമയത്ത് പുണ്യപുരുഷോത്തമനായ ശ്രീഹരി കശ്യപന്റെ പുത്രനായി ഇന്ദ്രന്റെ അനുജനായി അങ്ങനെ തിരു അവതാരം ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ആ പുണ്യമായ ദിവസമാണ് വാമന ജയന്തിയായി നമ്മൾ ആഘോഷിക്കുന്നത്. ആ ദിവസമാണ് മലയാളികൾ തിരുവോണമായി ആഘോഷിക്കുന്നത്. ഹരേ കൃഷ്ണ. ഇന്ന് എല്ലാവരും വാമനമൂർത്തിക്ക് ജന്മദിന ആശംസകൾ നേരണം. തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പത്മനാഭസ്വാമിയുടെ ജന്മദിനമാണ്. അതുകൊണ്ട് തന്നെ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക. എല്ലാവരും കമന്റ് ബോക്സിൽ വാമനമൂർത്തിക്കും പത്മനാഭസ്വാമിക്കും ജന്മദിന ആശംസകൾ നേരുക. അങ്ങനെ ധർമ്മം സംരക്ഷിക്കുന്നതിനായി അതിഥിയുടെയും കശ്യപന്റെയും പുത്രനായി ഇന്ദ്രന്റെ അനുജനായി മഹാവിഷ്ണു വാമന രൂപത്തിൽ അവതരിക്കുന്നു. എല്ലാവർക്കുമുള്ള സംശയമാണ്, മഹാബലി ശ്രേഷ്ഠനല്ലേ? പക്ഷെ എന്നിട്ടും എന്തിനാണ് മഹാവിഷ്ണു ഇങ്ങനെ ചെയ്തത്? ഇന്നത്തെ ഈ കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും എന്തിനാണ് ഭഗവാൻ അങ്ങനെ ചെയ്തത് എന്ന്. മഹാവിഷ്ണു പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയൊന്നുമില്ല. സുതലം എന്ന രാജ്യത്തിലെ രാജാവായി മഹാബലിയെ വാഴിക്കുകയാണ് ചെയ്തത്. കാരണം എന്തു തന്നെ ആയാലും തനിക്ക് അവകാശപ്പെടാത്ത ഒരു കാര്യവും നേടിയെടുക്കാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് ഇവിടെ ഭഗവാൻ നൽകുന്നത്. അതിന് ഭഗവാൻ തന്നെ തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്, ശ്രീകൃഷ്ണ ഭഗവാൻ. കാരണം ദ്വാരക എന്ന രാജ്യം, ആ രാജ്യത്തിലേക്ക് ഭഗവാൻ എങ്ങനെയാണ് എത്തപ്പെട്ടത്? കാരണം
മധുര എന്ന രാജ്യത്തിലെ രാജാവായിരുന്ന കംസനെ വധിച്ചിട്ട് ഉഗ്രസേനനെ രാജാവാക്കി കുറച്ചു കാലം ഭഗവാൻ ശ്രീകൃഷ്ണൻ മധുരയിൽ താമസിച്ചു. ആ സമയത്തും ഭഗവാൻ അറിയാം ഇത് തൻ്റെയല്ല, തനിക്ക് അവകാശപ്പെട്ടതല്ല. ആ ചിന്തയോടുകൂടി തന്നെയാണ് ഭഗവാൻ ദ്വാരക എന്ന രാജ്യം നിർമ്മിക്കുകയും ആ രാജ്യത്തിലേക്ക് പോവുകയും ചെയ്തത്. പിന്നീട് ആ മധുര എന്ന രാജ്യം ഭഗവാൻ ആർക്കാണ് കൊടുത്തത്? കംസന്റെ പുത്രന്മാർക്കാണ് കൊടുത്തത്. കാരണം അവകാശപ്പെടാത്ത ഒന്നും, തനിക്ക് അർഹതയില്ലാത്ത ഒന്നും അത് നേടരുത്, അതെടുക്കാൻ പാടില്ല എന്നുള്ള വലിയ സന്ദേശം ഈ ദിവസത്തിൽ ഭഗവാൻ നമുക്ക് നൽകുന്നു. നമുക്ക് ദേഷ്യവും വാശിയും ഒക്കെ കാണും, ശരിയാണ്. ഇവിടെ ഇന്ദ്രൻ മഹാബലിയെ ആക്രമിച്ചു. ആ ദേഷ്യത്തിന്റെ ഫലമായിട്ട് തിരിച്ച് ഇന്ദ്രനെ ആക്രമിച്ചു. ഇന്ദ്രനെ ആക്രമിക്കുന്നത് തെറ്റില്ല, യുദ്ധം ചെയ്ത് തോൽപ്പിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ദേവലോകം എന്ന രാജ്യത്തിന്റെ അധിപനായി ഇരിക്കുവാൻ ആർക്ക് അവകാശമില്ല? മഹാബലിക്ക് അവകാശമില്ല. യുദ്ധം ചെയ്യാം, തോൽപ്പിക്കാം, അതിനുശേഷം ഇന്ദ്രനെ വെറുതെ വിടാമായിരുന്നു. പക്ഷേ ദേവലോകത്തിലെ ആ ദേവസിംഹാസനത്തിൽ മഹാബലി കയറിയിരിക്കുകയും അവിടെ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തത് ശരിയല്ല എന്നുള്ള ചിന്തയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഒരാളോട് വൈരാഗ്യമുണ്ടാകാം, ദേഷ്യമുണ്ടാകാം, ഒക്കെ ചെയ്യാം. പക്ഷേ നമുക്ക് അർഹതയില്ലാത്തതൊന്നും നമ്മൾ കൈയടക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ ദേവപ്രീതി കുറയും. അതിന് ദേവൻ ചെയ്താലും അസുരൻ ചെയ്താലും മനുഷ്യര് ചെയ്താലും അവിടെ ദേവപ്രീതി കുറയും. ആ കുറവാണ് ഇവിടെ ഒരു ചെറിയ ശിക്ഷയായി മഹാബലിക്ക് ലഭിച്ചത്. മഹാബലിയെ തിരുത്തുകയായിരുന്നു. തെറ്റാണ് ചെയ്തത് എന്ന് പറഞ്ഞ് ഭഗവാൻ തിരുത്തുകയായിരുന്നു. പക്ഷെ ശ്രേഷ്ഠനായതുകൊണ്ടും ഭക്തനായതുകൊണ്ടും അദ്ദേഹത്തെ ശിക്ഷിച്ചില്ല ഭഗവാൻ. അതിനു പകരം മറ്റൊരു രാജ്യത്തിലെ, സുതലം എന്ന രാജ്യത്തിലെ രാജാവായി അഭിഷേകം ചെയ്യുകയായിരുന്നു, തിരുത്തുകയായിരുന്നു. ഭഗവാൻ എപ്പോഴും അങ്ങനെയാണ്. കാരണം ഭക്തവത്സലനാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല, എപ്പോഴും ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് എപ്പോഴും പറയും എനിക്ക് എപ്പോഴും ദുഃഖമാണ്, ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് എപ്പോഴും ഭഗവാൻ ദുഃഖം നൽകുന്നു എന്ന് പറയും ചിലര്, ഇല്ലേ? ഗുരുവായൂരപ്പന്റെ ഭക്തര്, കൃഷ്ണ ഭക്തർക്ക് എപ്പോഴും ദുഃഖമാണ്, പരീക്ഷണമാണ് എന്നൊക്കെ ചിലരിങ്ങനെ പറയും. എന്തുകൊണ്ടാണ്? അവരവരുടെ അനുഭവം കൊണ്ടായിരിക്കും പറഞ്ഞത്. എന്തുകൊണ്ടാണത്? കാരണം ഭഗവാൻ എപ്പോഴും നമ്മളെ എന്ത് ചെയ്യും? തിരുത്തും. ഭഗവാൻ ഇഷ്ടമുള്ള മനുഷ്യരെ ഭഗവാൻ എപ്പോഴും തിരുത്തിക്കൊണ്ടിരിക്കും. ചെറിയ ചെറിയ അടികൾ തന്ന്, ചെറിയ ചെറിയ തിരുത്തലുകൾ തന്ന്, വഴക്കു പറച്ചിലുകൾ കൊണ്ട് ഭഗവാൻ എപ്പോഴും നമ്മളെ തിരുത്തിക്കൊണ്ടിരിക്കും. കാരണം ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അത് തെറ്റാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഭഗവാൻ നമ്മളെ തിരുത്തും. അല്ലാതെ ദുഷ്ടനെ പന പോലെ വളർത്തുമെന്ന് പറയുന്നത് പോലെ നമ്മളെ അങ്ങനെ വളർത്തത്തില്ല. കാരണം തിരുത്തി 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 ഭഗവാൻ നമ്മളെ എന്ത് ചെയ്യും? ഭഗവാനിലേക്ക് അടുപ്പിക്കും. അതുകൊണ്ടാണ് നമ്മൾ നോക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് തന്നെ അതിനൊരു അടി കിട്ടുന്നു. എന്നാൽ ഇതേ കാര്യം എൻ്റെ അപ്പുറത്തെ വീട്ടിൽ അവർ ചെയ്യുമ്പോൾ, ഇതിനേക്കാൾ വലിയ ദുഷ്ടതരം ചെയ്യുമ്പോൾ അവർക്കൊന്നും സംഭവിക്കുന്നില്ല. അവരങ്ങനെ വളർന്നു വളർന്നു വരുന്നു. അത് എന്തുകൊണ്ടാണ് എന്ന ചിന്ത നമുക്കൊക്കെ ഉണ്ടാകും. എന്തുകൊണ്ടാണ്? അവിടെ ദുഷ്ടനെ ഭഗവാൻ പന പോലെ വളർത്തുന്നു. ഇവിടെ നമ്മൾ ഭക്തരാണ്, ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ഭഗവാൻ എന്ത് ചെയ്യും? നമ്മളെ അങ്ങനെ പന പോലെ വളർത്താനൊന്നും സമ്മതിക്കത്തില്ല. നമ്മളെ ചെറിയ ചെറിയ തിരുത്തലുകൾ തന്ന്, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വഴക്കുകൾ തന്ന് ഭഗവാൻ നമ്മളെ നേർവഴിക്ക് കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടാത്തതിനെ പറ്റി ഓർത്ത് നമ്മൾ ഒരിക്കലും സങ്കടപ്പെടരുത്. അത് നമുക്ക് അവകാശപ്പെട്ടതല്ല. ചിലർ പ്രാർത്ഥിക്കും, ഭഗവാനെ എനിക്ക് അത് കിട്ടണേ, ഇത് കിട്ടണേ, അല്ലെങ്കിൽ എനിക്ക് ഇന്നയാളെ വിവാഹം കഴിക്കാൻ പറ്റണമേ, അല്ലെങ്കിൽ എനിക്ക് വീട് വെക്കാൻ പറ്റണമേ, എനിക്ക് ലോട്ടറി അടിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കും. പക്ഷെ ചില പ്രാർത്ഥനകളൊന്നും ഭഗവാൻ കേൾക്കില്ല. അതിന് കാരണം എന്താണ്? അത് നമുക്കുള്ളതല്ല. നമുക്കുള്ളത് അത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ ഭഗവാൻ നമുക്ക് നൽകുക തന്നെ ചെയ്യും. ഭഗവാനോടാകെ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? ഭഗവാനെ തെറ്റ് പറ്റരുതേ, ഭഗവാനെ സ്നേഹിക്കുവാൻ എനിക്ക് സാധിക്കണമേ, തെറ്റായ വഴികളിൽ എന്നെ നടത്തരുതേ,
എനിക്ക് ഭഗവാനെ സ്നേഹിക്കാൻ പറ്റണമേ, ഭഗവാൻ എന്നെ സ്നേഹിക്കണമേ. ഇങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഒരിക്കലും അബദ്ധത്തിൽ ചെന്ന് ചാടാനോ തെറ്റായ തീരുമാനങ്ങൾ എടുത്ത് നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കാനോ ഉള്ള അവസരങ്ങൾ ഭഗവാൻ എനിക്ക് നൽകരുതേ. എൻ്റെ ചിന്തകൾക്കും എൻ്റെ വാക്കുകൾക്കും എല്ലാം ശുദ്ധി ഉണ്ടാകണമേ എന്ന് മാത്രം പ്രാർത്ഥിക്കുക. ഭഗവാൻ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നൽകും. എല്ലാവർക്കും തിരുവോണ ദിന ആശംസകൾ, വാമന ജയന്തി ആശംസകൾ.